ഡോക്ടറെ, എനിക്ക് വട്ടാണെന്നാ എല്ലാരും പറയുന്നത്. ഡോക്ടർ എന്നെ ഒന്ന് പരിശോധിച്ചേ. എല്ലാവരും നിങ്ങൾക്ക് വട്ടാന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒരു കാര്യമില്ല. ഞാനൊരു എലിയെ പണ്ടെങ്ങാണ്ട് കൊന്നതിന്റെ പേരിലാ ഇങ്ങനെ പറയുന്നത്. എലിയെ കൊല്ലുന്നത് ഭ്രാന്തന്മാരുടെ ലക്ഷണമാണോ ഡോക്ടർ? ഒരിക്കലല്ല. വേറൊരു എലിയെ കൊന്നതിന് നിങ്ങളെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തിയത് തീരെ ശരിയായില്ല. അതാ ഞാൻ പറഞ്ഞത്. ഡോക്ടർക്ക് ലുക്കില്ലെങ്കിലും ബുദ്ധിയുണ്ട്. അല്ല, ആ എലി എവിടെയേനു? എലി ചായ്പില്. ഞാനൊരു മുട്ടം വടിയെടുത്ത ഒരൊറ്റ അടിയായിരുന്നു. മിസ്സായി. എലി ഓടി, ഞാനും ഓടി. എലി അപ്പോഴും ചായ്പ തന്നെയേനോ? അല്ലല്ല, ചായ്പീന്ന് ഓടിയ എലി എന്റെ അമ്മാവന്റെ തലയിൽ കയറിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരൊറ്റ അടി, അപ്പൊ തന്നെ ചത്തു. ആര്, അമ്മാവനോ? അല്ല, എലി. അമ്മാവനെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തലയ്ക്ക് 12 സ്റ്റിച്ചിട്ട്. അത് ശരി, വേറെതല്ല അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാ എന്നെ എല്ലാവരും ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. ആ, അതൊരു കയ്യബദ്ധാന്ന് വിചാരിക്കാം. വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ആ സംഭവം കഴിഞ്ഞ് കുറച്ചു കാലത്തിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ പറയുന്നത് എനിക്ക് വട്ടാണെന്ന്. താങ്കളുടെ സ്വന്തം പിതാവിനെ നോക്കി ചിരിച്ചതിന് നാട്ടുകാർ നിങ്ങൾക്ക് വട്ടാണെന്ന് പറഞ്ഞോ? കഷ്ടം. അച്ഛനെ നോക്കി ചിരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണോ ഡോക്ടർ? ഒരിക്കലുമില്ല. സാധാരണ മക്കള് ചിരിക്കുന്നില്ല എന്നാണ് പൊതുവെ പരാതി. ആട്ടെ, നിങ്ങൾ എപ്പോഴാണ് അച്ഛനെ നോക്കി ചിരിച്ചത്? അച്ഛൻ മരിച്ചു കിടക്കുമ്പോ. അച്ഛന്റെ ബോഡി കണ്ടിട്ട് എനിക്ക് ചിരിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ?